ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മളിപ്പോൾ കണ്ടതാണോ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ? ഇന്നലെ PSG വേഴ്സസ് ലിവർപൂൾ, ബാർസലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്, റിയൽ മാഡ്രിഡ് വേഴ്സസ് ബയർ മ്യൂണിക്. ഇതിനെയൊക്കെ വേണമെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഒരുമാതിരി ഇതാണ് ശരിക്കും കണ്ടകളി. വി ആർ ഷിറ്റ് ഗൈസ്, വി ആർ ഷിറ്റ്. ഇതല്ലാതെ ഇതിനപ്പുറം ഇതിനകത്തൊന്നും പറയാനില്ല. കാരണം ബോൺമത്തിനെതിരെ തോറ്റിട്ട് ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ വരികയാണ്. ശരിയാണ്, യു ഹാവ് 1-0 ലീഡ് ആൻഡ് മോറോവർ യു ആർ പ്ലേയിങ് ഹോം. എമറേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കളി. ശരിയാണ്, ബോൺമത്തും എമറേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ദ പോയിൻ്റ് ഈസ്, എല്ലാ ആർസനൽ ഫാൻസും ഒരു റിയാക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻസിറ്റി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഓവർ എക്സ്പെക്റ്റേഷനൊന്നും നമ്മുടെ ടീമിനെ പറ്റി പാടില്ല. ബട്ട് എന്നാലും ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു ഗെയിമിൽ, എസ്പെഷ്യലി കമ്മിങ് ബാക്ക് ഫ്രം എ ലോസ്. ഒരു നല്ലൊരു റിയാക്ഷനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആൻഡ് ചാമ്പ്യൻസ് ലീഗ്, ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ സാധാരണ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ഫുട്ബോൾ ആണ് നമ്മൾ കളിക്കാറുള്ളത്. ഓക്കെ, എക്സൈറ്റിംഗ് ഇച്ചിരി ഒരു ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും വി പ്ലേ ഗുഡ് ഫുട്ബോൾ. പക്ഷേ ഇന്ന് കണ്ടത് ഹൊറിഫിക്. ഈ നമ്മുടെ ഫ്രണ്ട് ത്രീക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ത്രെട്ടില്ല, 0 ത്രെട്ട്. അവർ അതൊരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. കാര്യമായിട്ട് പറയും. ദാറ്റ് ഇൻക്ലൂഡ്സ് ഗ്യോക്കറേസ്, ദാറ്റ് ഇൻക്ലൂഡ്സ് മാർട്ടിനെല്ലി, ദാറ്റ് ഇൻക്ലൂഡ്സ് ഇന്നത്തെ കളിയിൽ നോനി മാത്രമേ ഉള്ളായിരുന്നു എന്തെങ്കിലും ഒരു ത്രെറ്റായിട്ട് വേണമെങ്കിൽ പറയാം. ബട്ട് എഗെയിൻ നോനി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ ഇറ്റ്സ് നത്തിങ് കൺസിസ്റ്റൻറ്റ്. ഒന്നും സിസ്റ്റമാറ്റിക്കും അല്ലെങ്കിൽ ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒന്നും, ദർ ഇസ് നോ സിസ്റ്റം. ചുമ്മാ എന്തൊക്കെയോ കാണിക്കുന്ന ഫ്രണ്ട് ത്രീയിലേക്ക് വരുമ്പോൾ. ആൻഡ് എസ് എ അവിടെ ഇവിടെയൊക്കെ ഷോട്ട്സ് ഒക്കെ അടിക്കുന്നു. ഓക്കെ, ഗുഡ്. എസ് എയുടെ കംബാക്ക് ഒരു വെൽക്കമിങ് ചേഞ്ച് ആയിരുന്നു. യെസ്, എഗ്രീഡ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ പ്രീമിയർ ലീഗ് പൊസിഷൻ നോക്കിയാലും ശരി, നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് പൊസിഷൻ ആയാലും ശരി, ആസ് ആൻ ആർസണൽ ഫാൻ ഇങ്ങനൊന്നുമല്ല നമ്മൾ മെൻ്റലി ഇരിക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഫ്രസ്ട്രേറ്റഡ് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം നമ്മുടെ പ്ലേയിങ് സ്റ്റൈലാണ്. ഓക്കെ പോട്ടെ, എനിക്ക് എന്താണ് സെറ്റ് പീസ് ഓവർ റിലയൻറ്റ് ആവക സാധനമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് നമ്മൾ എടുക്കുന്ന സമയം, നമ്മുടെ ട്രാൻസിഷൻ, നമ്മുടെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ബൈറ്റ് ഇല്ലാത്തത്, ഒരു ടൂത്ത്ലെസ് കൗണ്ടർ അറ്റാക്കിങ്ങേ ഇല്ല. ലാസ്റ്റൊക്കെ ഒരു ട്രൊസാർഡിനൊക്കെ ഇഞ്ചുറി ടൈമിന് ഒരു കൗണ്ടർ അറ്റാക്കിങ് കിട്ടിയിട്ട് എന്തുവാ കാണിച്ചതെന്നൊക്കെ നമ്മുടെ ബാക്ക് ഫോർ ഗുഡ്. ഇന്നും റായ ഏതാണ്ടൊക്കെയോ കാണിച്ചു ഒരു മിസ്റ്റേക്ക്. അത് അർട്ടറ്റ ഷുഡ് സ്റ്റോപ്പ് ഹിം. കാരണം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഈ ഓരോ കളിയിലും ഓവർ കോൺഫിഡൻസ് ആയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് അപ്പുറത്ത് ആ ന്യൂ ഇയർ കാണിച്ചാൽ അത് നമ്മൾ കണ്ടതാണ്. ന്യൂ ഇയറിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്താണ് റിയൽ മാഡ്രിഡ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. സോ ആ ഒരു ലെവലിലേക്ക് ഒരു അരഗൻസ് വരാൻ പാടില്ല ഒരു ഗോൾ കീപ്പറിന്. ഒരു കാൽക്കുലേറ്റഡ് പാസസും ഒരു സേഫ് പാസസൊക്കെയാണ് 90% ഓഫ് ദ ടൈം നിങ്ങൾ എടുക്കേണ്ടത്. ഓഫ് കോഴ്സ് ഒരു 10%. ബട്ട് ഇത്രയും ക്രൂഷ്യലുള്ള ഒരു ഗെയിമിൽ, അതൊരു 1-0 ലീഡ് മാത്രമുള്ള ഒരു ഗെയിമിൽ ഇങ്ങനെയൊക്കെ റായ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെമി ഫൈനലിലേക്ക് പോകുമ്പോൾ എന്താവും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഓക്കെ, ഞാൻ സെമി ഫൈനലിൻ്റെ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് 1-2 പോയിൻറ്റ്സ് കൂടെ ടച്ചപ്പ് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി ആ ഒരു മിഡിൻ്റെ കാര്യം, ആ ഒരു ഫോർവേഡിങ് പ്ലെയേഴ്സിൻ്റെ കാര്യം. ഇനി നമുക്ക് അടുത്ത കളി മാൻ സിറ്റിയുമായിട്ടാണ്. എവിടെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ആസ് എ ഫാൻ ശരിയാണ്, ഇപ്പോൾ സെമി ഫൈനൽ കയറി
6 പോയിൻറ്റ്സ് ഗ്യാപ്പുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ഈ ഒരു കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്ന ഒരു പെർഫോമൻസേ അല്ല നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അടുത്ത നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന അത്ലറ്റിക്കോ മാഡ്രിഡാണ്. നമ്മൾ സീസൺ തുടങ്ങിയപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഫേസ് ചെയ്തത് ശരിയാണ്, പക്ഷേ ആ ഒരു കളിയൊന്നുമല്ല നമ്മളിപ്പോൾ കളിക്കുന്നത്. നമ്മുടെ കളിക്കിപ്പോൾ ഇൻറ്റൻസിറ്റി കുറവാണ്. നമ്മുടെ പാസിങ് ആക്യുറസി തന്നെ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ആരും വന്നിട്ട് അയ്യോ സാക്ക ഇഞ്ചുറിയാണ്, അയ്യോ ഓഡഗാർഡ് ഇഞ്ചുറിയാണ്, അങ്ങനെയൊന്നും പറയല്ലേ ഗൈസ്, പ്ലീസ്. ഇതൊന്നും നമുക്കൊരു എക്സ്ക്യൂസായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അതിനാണ് നമ്മൾ ഈ പറയുന്ന നോനിയെയും ഈ പറയുന്ന സുബമെൻഡിയെയും ഒക്കെ നമ്മൾ മേടിച്ചത്, ടു കവർ അപ്പ് ദീസ് പൊസിഷൻസ് ആൻഡ് എസെ ഓൾസോ. Anyway, it was a shitty performance from Arsenal. ഞാൻ എന്തിനാ കളി ഫുള്ള് കണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ അപ്പുറത്ത് ആ റിയൽ മാഡ്രിഡ് മാച്ച് കണ്ടാൽ മതിയായിരുന്നു. ആ ബയേൺ വേഴ്സസ് റിയൽ മാഡ്രിഡ് എന്ത് എക്സൈറ്റിംഗ് ഗെയിമായിരുന്നു, അത് കണ്ടാൽ മതിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് ഗെയിമിൻ്റെ പ്രിവ്യൂ ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.